അങ്ങനെ കൊച്ചിയിൽ വന്ന് വീണ്ടും ഒരു കുക്കിംഗ് തുടങ്ങി. ഇഡ്ഡലി സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ്, കുക്കറിൽ വേവിച്ച് വെച്ചിട്ടാണ് പോയത്. വന്നിട്ട് ഇനി അതൊക്കെ ഒന്ന് വറുത്തിട്ടാൽ മതി. അപ്പോൾ ഇഡ്ഡലിയും കൂടെ പുഴുങ്ങി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ രാവിലെ തന്നെ എയർപോർട്ടിൽ പോയോണ്ട് ഉണ്ടാക്കി വെക്കാതെ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ചെക്കന്മാരെ വിളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാം. ഇഡ്ഡലിയും സാമ്പാറും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് നല്ലൊരു മഴയും പെയ്തുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ് ഞാൻ. എടാ, ടൈമിന് കഴിക്കുന്ന കൊച്ചിന് വിശക്കുന്നുണ്ട് കേട്ടോ. ചെക്കന്മാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് അവരോരോ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ചിക്കൻ കറി ഇവിടെ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് കേട്ടോ. ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ ഒക്കെ അതൊക്കെ നമ്മൾ ഇതെല്ലാം പിന്നെ എന്താ പറയുക പുരട്ടിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ടാണ് അതൊക്കെ വറുത്തത്. പിന്നെ പോന്നപ്പോൾ കുറച്ച് പച്ചക്കറി ഐറ്റംസും കൂടെ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ചെറിയൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പം ഒരു ഇലയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ചെറിയൊരു സദ്യ പോലെ ഉണ്ടാക്കി. അവിയൽ, സാമ്പാർ, തോരൻ, പച്ചടിയൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു സദ്യയും കഴിച്ചു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ. ഓക്കെ, ബൈ.